നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം തരുന്ന പരിശുദ്ധ ഉണ്ണിമാതാവിൻ്റെ പ്രാർത്ഥന. അമ്മയുടെ മുഖത്തേറ്റ് നോക്കി നിന്റെ സങ്കടങ്ങൾ ഒന്ന് സമർപ്പിച്ചാൽ തീർച്ചയായും ഉണ്ണിമാതാവ് നിന്നിട്ട് ഉത്തരം തരും. ഇന്ന് നമ്മുടെ ഇടയിൽ പല കുടുംബങ്ങളും കരയാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടതാണെന്ന് തോന്നിപ്പോഴും ഉണ്ണിമാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുടുംബങ്ങളുടെ വേദന കൂടി സമർപ്പിക്കാം. പരിശുദ്ധിയായ ഉണ്ണിമാതാവിനോടുള്ള നവനാൾ പ്രാർത്ഥന. നിത്യം പരിശുദ്ധിയായ ഉണ്ണിമരിയെ, നിർമ്മലയായ അങ്ങയുടെ പിഞ്ചു കരങ്ങൾ ഉയർത്തി ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓമനത്വം നിറഞ്ഞ അങ്ങയുടെ മുഖം ഞങ്ങളുടെ മേൽ തിരിക്കണമേ, ഞങ്ങളെ സ്നേഹിക്കണമേ. അങ്ങയോടുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ എന്നും ജ്വലിക്കുവാൻ ഇടയാക്കണമേ. സർവ നന്മകളുടെയും കേദാരമായ ഉണ്ണിമരിയെ, അന്നു ഞങ്ങൾക്കായി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ ദൈവപിതാവിന് നന്ദി പറയുന്നു. അനേകരെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് ആനയിക്കുന്നതിനും ഇതെന്നും ഞങ്ങളുടെ ജീവിതബ്രതമാറ്റി അനുഷ്ഠിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ജോവാട്ടിമിനും അന്നായിട്ടും അരുമയായി ജന്മമെടുത്ത പനിനീർ കുസുമമ്മേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് വന്ന് പിറക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും സഹോദരങ്ങളെ സ്നേഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. തിരുസഭയെയും സഭാപിതാക്കന്മാരെയും തനയരെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ തിരുഹിതത്തിന് തന്നെ സമർപ്പിച്ചതുപോലെ ദൈവ തിരുമനസ് അറിഞ്ഞ് ജീവിക്കുവാനും ദൈവജനത്തെ നയിക്കുവാനും സഭാ നേതാക്കന്മാർക്ക് കൃപ നൽകണമേ. രോഗികളെയും വിവിധ ക്ലേശങ്ങളാൽ വലിയുന്നവരെയും ആശയറ്റവരെയും ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനകൾ ആവശ്യമുള്ള സകലരെയും അവരുടെ ഹൃദയാഭിലാഷങ്ങളെയും അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അമലോത്ഭവയായ ഉണ്ണിമരിയെ, ഞങ്ങളിപ്പോൾ സമർപ്പിച്ചതും ഞങ്ങളുടെ മനസ്സിലുള്ളതുമായ എല്ലാ ആഗ്രഹാഭിലാഷങ്ങളും സ്നേഹപിതാവായ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് നേടിത്തരണമേ. ഞങ്ങളുടെ ജീവിത കർത്തവ്യങ്ങൾ കൃത്യമായും ആത്മാർത്ഥമായും നിർവഹിക്കുന്നതിനും ജീവിത പ്രയാസങ്ങളിൽ തളരാതെ അവയെ നേരിടുന്നതിനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയുടെ സ്നേഹവും സാമീപ്യവും എന്നും എവിടെയും അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അറിഞ്ഞോ അറിയാതെയോ അങ്ങയുടെ സ്നേഹം നിരസിക്കാനോ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് വ്യതിചലിക്കാനോ ഞങ്ങളെ അനുവദിക്കരുതേ. ഞങ്ങൾ പ്രലോഭനങ്ങൾക്ക് അടിപ്പെടുവാൻ ഇടയാക്കരുതേ. ജീവിതകാലം മുഴുവൻ നിർമ്മലമായി ജീവിക്കുന്നതിനും സ്നേഹപിതാവായ ദൈവത്തിൻ്റെ അരുമ മക്കളായിരിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേറ്റും. ആമേൻ. സങ്കീർത്തനം 91. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്നു പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും
മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിന്നിട്ട് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിന്നിട്ട് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പടൽ പറട്ടുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുചുറ്റു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേറ്റാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിന്നിട്ട് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിന്നിട്ട് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചിട്ടുള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടത്തും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. സങ്കീർത്തനം 7. എൻ്റെ ദൈവമായ കർത്താവേ, അന്നിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, മോചിപ്പിക്കണമേ. അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവർ എന്നെ ചീന്തിക്കീറും. ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചിരട്ടും. എൻ്റെ ദൈവമായ കർത്താവേ, ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ സുഹൃത്തിന് തിന്മ പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അകാരണമായി ശത്രുവിനെ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ, ശത്രു എന്നെ പിന്തുടർന്ന് കീഴടക്കിക്കൊള്ളട്ടെ. എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടി മെതിക്കട്ടെ, പ്രാണനെ പൂഴിയിൽ ആഴ്ത്തിക്കൊള്ളട്ടെ. കർത്താവേ, ക്രോധത്തോടെ എഴുന്നേൽക്കണമേ. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തെ നേരിടാൻ എഴുന്നേൽക്കണമേ. ദൈവമേ, ഉണരണമേ. അവിടുന്ന് ഒരു ന്യായവിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ജനതകൾ അങ്ങയുടെ ചുറ്റും സമ്മേളിക്കട്ടെ. അവർക്ക് മുകളിൽ ഒരു ഉയർന്ന സിംഹാസനത്തിൽ അവിടുന്ന് ഉപവിഷ്ടനാകണമേ. കർത്താവ് ജനതകളെ വിധിക്കുന്നു. കർത്താവെ, എൻ്റെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്തവിധം എന്നെ വിധിക്കണമേ. നീതിമാനായ ദൈവമേ, മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ, ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ. ഹൃദയനിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അവിടുന്ന് ദിനം പ്രതി രോക്ഷം കൊള്ളുന്ന ദൈവമാണ്. മനുഷ്യൻ മനസ്സ് തിരിയുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിന് മൂർച്ച കൂട്ടും. അവിടുന്ന് വില്ലു കുലച്ച് ഒഴിഞ്ഞിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി മാരകായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു. ഇതാ, ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു, അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു, വഞ്ചനയെ പ്രസവിക്കുന്നു. അവൻ കുഴി കുഴിക്കുന്നു, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു. അവൻ്റെ ദുഷ്ടത അവൻ്റെ തലയിൽ തന്നെ പതിക്കുന്നു. അവൻ്റെ അക്രമം അവൻ്റെ നെറുകയിൽ തന്നെ തറയുന്നു. കർത്താവിൻ്റെ നീതിക്കൊത്ത് ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും. അത്യുന്നതനായ കർത്താവിൻ്റെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും.